ഗുരുവായൂർ ക്ഷേത്രം കണ്ട അത്യപൂർവ വിവാഹങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന് നടന്നത്. പല VIP കല്യാണങ്ങൾക്കും വേദിയായിട്ടുണ്ടെങ്കിലും കൃഷ്ണസന്നിധിയിൽ ഒരു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിവാഹം നടക്കുന്നത് ആദ്യ സംഭവമാണ്. ഇതിനു മുൻപ് ഇവിടെ നടന്ന മറ്റൊരു വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. ഇതുകൂടാതെ മലയാളത്തിന്റെ താരരാജാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഭാഗ്യ സുരേഷ് ശ്രേയസ് വിവാഹം ശ്രദ്ധേയമായി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാകും എന്നതു തന്നെയാണ് ഇതിൽ നിർണായകമായതും. അതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഗുരുവായൂരിൽ എത്തിയതും. ഇതിനു മുൻപ് K. കരുണാകരന്റെ മക്കളായ K. മുരളീധരന്റെയും പത്മജയുടെയും വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത്. അക്കാലത്ത് ഇന്ദിരയുടെ വിശ്വസ്തനായിരുന്നു K. കരുണാകരൻ. എന്നിട്ടുകൂടി ഇന്ദിരയും ഈ വിവാഹങ്ങൾക്ക് എത്തിയിരുന്നില്ല. ഈ ചരിത്രം നിലനിൽക്കെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി വിവാഹത്തിൽ പങ്കെടുത്തതും. ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് മോദി വിവാഹവേദിയിലേക്ക് എത്തിയത്. ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹം ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷമായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രിയാണ് കാരണവരുടെ റോളിൽ വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹത്തിൽ ആദ്യാവസാനം അദ്ദേഹം പങ്കെടുത്തു. സുരേഷ് ഗോപിയെയും മക്കളെയും ചേർത്തു നിർത്തുകയായിരുന്നു അദ്ദേഹം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വധൂവരന്മാർക്ക് വരണമാല്യം എടുത്തു നൽകിയത് മോദിയായിരുന്നു. ഈ ഹാരം പരസ്പരം അണിയിച്ച് വിവാഹ ചടങ്ങ് പൂർത്തിയായ ശേഷം ഇരുവരും മോദിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹവും വാങ്ങി. ഭാഗ്യയുടെ താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം തൊട്ടടുത്ത് വിവാഹം നടന്ന 10 വധൂവരന്മാർക്കും പ്രധാനമന്ത്രി ആശംസ അറിയിച്ചു. വധൂവരന്മാർക്ക് അക്ഷതം നൽകി അനുഗ്രഹം നൽകി. കേരളീയ വേഷത്തിലായിരുന്നു പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നിരവധി പ്രമുഖരും ഗുരുവായൂരിലെത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരും കുടുംബസമേതം എത്തിയിരുന്നു. ജയറാം, ഖുഷ്ബു, ദിലീപ്, ഷാജി കൈലാസ്, രചന നാരായണൻകുട്ടി തുടങ്ങിയ സിനിമാ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തു. 2019 രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടികളിലൊന്ന് ഗുരുവായൂർ ദർശനമായിരുന്നു. അമ്പലത്തിന് അടുത്തുള്ള ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ പൊതുസമ്മേളനം ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടിയും. മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും മോദി ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഗുരുവായൂർ ദർശനമായിരുന്നു ഇത്. മോദി എത്തും മുൻപ് തന്നെ ഗുരുവായൂരിലെ ദർശനവും വിവാഹങ്ങളും വിവാഹ സമയങ്ങളിലെ മാറ്റവുമെല്ലാം വലിയ വാർത്തകളും വിവാദങ്ങളുമായി മാറിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.